നമസ്കാരം. 7ാം ക്ലാസ്സിലെ പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഇംഗ്ലീഷിന്റെ 2024 മാറിയ പുതിയ പാഠപുസ്തകത്തിലെ 1ാമത്തെ യൂണിറ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. എന്നോടൊപ്പം ഇന്ന് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ കൂടെയുള്ളത് കാർത്തിക് ആണ്. എൻ്റെ പേര് രതീഷ്. നമുക്ക് നോക്കാം. ആദ്യത്തെ യൂണിറ്റ് ഹാർമണി ഓഫ് മാർവൽസ്, അത്ഭുതങ്ങളുടെ യോജിപ്പ്. ഒരു ചിത്രം കാണാം, ഒരു കുട്ടി അത്ഭുതപ്പെട്ട് നിൽക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണുന്നത്, അല്ലെ? അതിന്റെ താഴെ എഴുതിയിരിക്കുന്നത് നോക്കൂ. എന്താണ്? വണ്ടർ ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. അറിവിന്റെ തുടക്കം അത്ഭുതങ്ങളിൽ നിന്നാണ്. ഇത് പറഞ്ഞിട്ടുള്ളത് സോക്രട്ടീസ് ആണ്. ഓക്കെ, then we will go to the second page. That says look at the picture of different types of robots. പലതരം റോബോട്ടുകൾ ചിത്രങ്ങൾ നോക്കുക. ചിത്രങ്ങൾ തന്നിട്ടുണ്ട്, പലതരം റോബോട്ടുകൾ ചിത്രം തന്നിട്ടുണ്ട്. താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. കാർത്തിക് ക്വസ്റ്റ്യൻസ് ഒന്ന് വായിക്കൂ. What are some common tasks that robots can perform? റോബോട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന, റോബോട്ട് ചെയ്യാൻ സാധിക്കുന്ന സാധാരണ ജോലികൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ഫീൽഡിലാണ് ചെയ്യാൻ പറ്റുക? എന്തൊക്കെ ഫീൽഡിൽ ചെയ്യാൻ പറ്റും? House chores, agriculture, medicine field, and so many more. അഗ്രികൾച്ചർ ഉപയോഗിക്കാൻ പറ്റും, അല്ലെ? സ്പേസ് ആയിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. മെഡിക്കൽ ഫീൽഡിൽ സർജറി അസിസ്റ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെ? ഹൗസ് ഹോൾഡ് ജോബ്സ്, അല്ലെ? വർക്കുകളെല്ലാം ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റോബോട്ട് യൂസ് ചെയ്യാൻ പറ്റും. കുക്കിങ്ങിന് പറ്റും, അല്ലെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Have you ever seen or heard of a robot that helps with household chores? വീട്ടുജോലികൾ ചെയ്യാൻ സാധിക്കുന്ന റോബോട്ടുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, അല്ലെ? യെസ്. നെക്സ്റ്റ് വൺ. If you get the services of a robot at home, what will you make it do? If you get the service of a robot, റോബോട്ടിന്റെ സേവനം നിങ്ങളുടെ വീട്ടിൽ അറ്റ് ഹോം വീട്ടിൽ കിട്ടുകയാണെങ്കിൽ what will you make it do? അതിനെ കൊണ്ട് എന്തെല്ലാം ചെയ്യിപ്പിക്കും? എന്തെല്ലാം ചെയ്യിപ്പിക്കാൻ സാധിക്കും? നിങ്ങൾ എന്തൊക്കെ ചെയ്യിപ്പിക്കും എന്നാണ് ചോദിക്കുന്നത്. Doing the dishes, making ഫുഡ് ഉണ്ടാക്കാൻ, ഹൗസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കാം. പിന്നെ ഹോംവർക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം, അല്ലെ? വണ്ടി ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം, അല്ലെ? അങ്ങനെയുള്ള അതിനെ കൊണ്ട് ഒരുപാട് ജോലികൾ നമുക്ക് വീട്ടിൽ ചെയ്യിപ്പിക്കാൻ സാധിക്കും. ലിസ്റ്റ് സം ഓഫ് ദ ഗാഡ്ജറ്റ്സ് ആൻഡ് ഡിവൈസസ്. എന്തൊക്കെയാണ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സ്? ടിവി, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, വാഷിംഗ് മെഷീൻ, ഇതെല്ലാം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. ഓക്കെ, ലെറ്റ്സ് റീഡ് ദി സ്റ്റോറി ഓഫ് എ ബോയ് ആൻഡ് എ റോബോട്ട്. ഇവിടെ നമ്മൾ ഒരു ബോയിയുടെയും റോബോട്ടിന്റെയും സ്റ്റോറിയാണ് തന്നിട്ടുള്ളത്. എ റോബോട്ട് വിത്ത് എ വൈറസ്. എന്താണ്? എ റോബോട്ട് വിത്ത് എ വൈറസ്. വൈറസ് ഉള്ള ഒരു റോബോട്ട്. ഇത് എഴുതിയിട്ടുള്ളത് ആരാണ്? പെഡ്രോ പാബ്ലോ സർക്കിസ്. അദ്ദേഹം ആരായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള വിവരണം നമ്മുടെ സ്റ്റോറിയുടെ എൻഡിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ 13ാമത്തെ പേജ്, അല്ലേ? 13ാമത്തെ പേജ് നോക്കൂ. Pedro Pablo Sextan was born in Madrid, Spain in 1973. 1973 സ്പെയിനിലെ മാഡ്രിഡിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. He holds a master's degree in management. മാനേജ്മെന്റിൽ അദ്ദേഹത്തിന് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ട്. His passion for education and writing led him to create a collection of short stories for children on values. കുട്ടികളുടെ വാല്യൂസ് വെച്ചിട്ട് ഉള്ള കുറെ സ്റ്റോറീസ് എഴുതാൻ അദ്ദേഹം സാധിച്ചു. അദ്ദേഹത്തിന്റെ ആ പാഷൻ കാരണം, അല്ലെ? വിദ്യാഭ്യാസത്തോടും എഴുത്തിനോടുള്ള പാഷൻ കാരണം. സം ഓഫ് ഹിസ് സ്റ്റോറീസ് ഹാവ് ബീൻ കളക്റ്റഡ് ആസ് ആൻ ഓഡിയോ ബുക്ക്. അദ്ദേഹത്തിന് കുറെ സ്റ്റോറീസ് ഒരു ഓഡിയോ ബുക്ക് ആയിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് അതിന്റെ പേര്? ദ പെഡ്രോ ഫാബിൾ കളക്ഷൻ എന്നാണ് അതിന്റെ പേര്. ഹിസ് ഫേമസ് ഷോർട്ട് സ്റ്റോറീസ് ഇൻക്ലൂഡ്, അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഷോർട്ട് സ്റ്റോറികളുടെ പേര് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? Red Moon, Black and White, The Lazy Little Bird, The Mocking Tiger, and The Tree and Vegetable. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഷോർട്ട് സ്റ്റോറീസ്. നമുക്ക് ഇനിയിപ്പോ ഈ കുട്ടിയുടെയും റോബോട്ടിന്റെയും സ്റ്റോറിയിലേക്ക് പോകാം. ഓക്കെ, അത് ജസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിക്കൂ. It was a sunny morning. The vibrant golden sunlight danced across the street. It cast warm hues upon the housetops. The air was crisp and refreshing. The sunbeams peeped in Ricky's room through the skylight. He was still in bed. He was a young boy of 11. It was a sunny morning. അതൊരു നല്ല സൂര്യപ്രകാശമുള്ള ദിവസമായിരുന്നു. വൈബ്രന്റ് ഗോൾഡൻ സൺലൈറ്റ്, നല്ല ഭംഗിയുള്ള, നല്ല വൈബ്രന്റ് ആയിട്ടുള്ള ഗോൾഡൻ സ്വർണ്ണ കളറുള്ള സൺലൈറ്റ് ഡാൻസ്ഡ് അക്രോസ് ദ സ്ട്രീറ്റ്. സ്ട്രീറ്റിൽ കൂടെ ഡാൻസ് കളിച്ചു എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റിൽ മുഴുവൻ പടർന്നു നിന്നു ആ സൂര്യപ്രകാശം. ഇറ്റ് കാസ്റ്റ് വാം ഹ്യൂസ്. ഹ്യൂസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നിറങ്ങൾ എന്നാണ്. അപ്പോൾ ഹൗസ് ടോപ്സ്, വീടിന്റെ മുകളിലൊക്കെ അതിന്റെ പടർന്നു നിന്നു. എന്ത് പടർന്നു നിന്നു? നിറങ്ങൾ.
The air was crisp and refreshing. എയർ നല്ല റിഫ്രഷിംഗ് ആയിരുന്നു, ക്രിസ്പ് ആയിരുന്നു. ക്രിസ്പ് പറഞ്ഞാൽ ഇവിടെ അർത്ഥം നമ്മൾ തണുത്തത് എന്നൊക്കെ പറയാം. കാരണം ഭക്ഷണത്തൊക്കെ നമ്മൾ മൊരിഞ്ഞു എന്നുള്ള അർത്ഥം പറയാം അല്ലെ. ഓരോ നമ്മൾ എവിടെയാണോ ഉപയോഗിക്കുന്ന അനുസരിച്ച് വേർഡിന് ചെറിയ അർത്ഥ വ്യത്യാസങ്ങൾ ഉണ്ടാവും. The sunbeams എന്ന് പറഞ്ഞാൽ സൂര്യരശ്മികൾ, മലയാളത്തിൽ പറഞ്ഞാൽ സൂര്യരശ്മികൾ. Peeped into Ricky's room. റിക്കിയുടെ റൂമിലേക്ക് ഒളിഞ്ഞു നോക്കി. പീപ്പ് എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞു നോക്കി എന്ന് പറഞ്ഞാൽ വീടിനുള്ളിലേക്ക് കയറുന്നത്. ഏതിലാണ്? ത്രൂ ദ സ്കൈലൈറ്റ്. സ്കൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂമിലൊക്കെ വെളിച്ചം കയറാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില്ലൊക്കെ വെച്ചിട്ടുള്ള അതിനാണ് സ്കൈലൈറ്റ് എന്ന് പറയാ. അതിനെ കൂടെ എന്ത് ചെയ്തു? കയറി വന്നു, വെളിച്ചം കയറി വന്നു. He was still in bed. അവൻ അപ്പോൾ എവിടെയാണ്? ഉറങ്ങുകയായിരുന്നു. നിങ്ങളൊക്കെ അവധി ദിവസമൊക്കെ കിടന്ന് ഉറങ്ങുന്ന പോലെ 8 മണി വരെ 9 മണി വരെ 10 മണി വരെയൊക്കെ കാർത്തിക് ഉറങ്ങില്ല. അതേപോലെയൊക്കെ തന്നെ എന്താണ് റിക്കിയും കിടന്ന് ഉറങ്ങിയായിരുന്നു. He was a young boy of 11. അവൻ എത്ര വയസ്സുണ്ടായിരുന്നു കുട്ടിക്ക്? 11 വയസ്സുള്ള ചെറിയ കുട്ടിയായിരുന്നു റിക്കി. Okay, go to the next paragraph. Ricky lived in a lovely futuristic house which had everything you can ever want. But he was slovenly in his habits. He just threw his belongings all over the place. Ricky lived in a lovely, നല്ല സുന്ദരമായ ഫ്യൂച്ചറിസ്റ്റിക് ഹൗസ്. ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാവിക്ക് അനുസരിച്ചുള്ള, ഭാവി കണക്കാക്കിയുള്ള, നമുക്ക് മലയാളത്തിൽ നിന്ന് അർത്ഥം എഴുതാണെങ്കിൽ അത്യന്താധുനികം എന്ന് എഴുതാം. അത്യന്താധുനികമായിട്ടുള്ള ഒരു വീട്ടിലായിരുന്നു റിക്കി താമസിച്ചത്. വിച്ച് ഹാഡ് എവറിങ്, അവിടെ എല്ലാം ഉണ്ടായിരുന്നു. യു ക്യാൻ എവർ വൺ, നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും അല്ലെ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ സംഗതികളും ഒരു വീട്ടിലായിരുന്നു താമസിച്ചത്. ബട്ട് ഹി വാസ് സ്ലോവൻലി ഇൻ ഹിസ് ഹാബിറ്റ്സ്. അവിടെ ന്യൂ വേർഡ് ഉണ്ട്. നിങ്ങൾ ഈ ന്യൂ വേർഡ്സിന്റെ ഒക്കെ അർത്ഥം എഴുതി പഠിക്കുക. നമ്മൾ ന്യൂ വേർഡ്സ് എല്ലാം ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് കൂട്ടത്തിൽ. അതേപോലെ നമ്മൾ അതിന്റെ ഇടയ്ക്കുള്ള ക്വസ്റ്റ്യൻ ആൻസർ പറയും. പാഠത്തിന് അവസാനം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിൽ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്, അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ കൂടെ നിങ്ങൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇംഗ്ലീഷിന്റെ ഈ പാഠം, എല്ലാ പാഠങ്ങളും നമുക്ക് പഠിച്ചു പോകാൻ സാധിക്കും. സ്ലോവൻലി ഒരു ന്യൂ വേർഡ് ആണ്. സ്ലോവൻലി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അലസമായി, എന്താണ്? അലസമായി, ലേസി എന്നുള്ള അർത്ഥമാണ്. ഇൻ ഹിസ് ഹാബിറ്റ്സ്, അവന്റെ ശീലങ്ങൾ. ഹാബിറ്റ്സ് പറഞ്ഞ ശീലങ്ങൾ വളരെ അലസതയുള്ള ഒരു ശീലമായിരുന്നു കുട്ടിയായിരുന്നു റിക്കി. ഈ ജസ്റ്റ് ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദ പ്ലേസ്. അവന്റെ സാധനങ്ങൾ, ബിലോങ്ങിങ്സ്, എല്ലാ സാധനങ്ങളും അവിടെ ഇവിടെ എല്ലാം വലിച്ചു വാരി എറിഞ്ഞു കളയുന്ന ശീലം അവനുണ്ടായിരുന്നു. കാരണം നമ്മളെ ചിത്രം കണ്ടാൽ തന്നെ അറിയാം, അവന്റെ സാധനങ്ങൾ, ബോളും ഡ്രസ്സും എല്ലാം അവിടെ ഇവിടെയൊക്കെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ട്. Next, his mother had to collect his belongings from all corners of the house. അവന്റെ മദർ ആയിരുന്നു എല്ലാം പെറക്കിയെടുത്ത്, അവന്റെ സാധനങ്ങളെല്ലാം പെറക്കിയെടുത്ത് എല്ലാ കോർണറിലും എല്ലാ മൂലയ്ക്കും എടുത്തു വെക്കുന്ന ജോലി അവന്റെ അമ്മയുടേതായിരുന്നു. Okay, go to the next paragraph. His mother, who was the manager of a bank, left in the morning for work. She always had work for Ricky. Ricky, keep your school bag in the study room. Ricky, put your clothes in the washing machine. Ricky, wash your tiffin box. Ricky, iron your t-shirt and trousers, and so on. But he was disciplined. Yes, his mother. Our mother ആരായിരുന്നു? Was a manager of the bank. ബാങ്കിന്റെ മാനേജർ ആയിരുന്നു. Left the morning for work. രാവിലെ തന്നെ എന്ത് ചെയ്യും? ജോലിക്ക് വേണ്ടി പോകും. She always had work for Ricky. എപ്പോഴെന്നാലും റിക്കിയുടെ ജോലികൾ ഒരുപാട് ചെയ്യണം. എന്തൊക്കെയാണ് ജോലികൾ? Ricky, keep your school bag in the study room. നിന്റെ ബാഗ് സ്റ്റഡി റൂമിൽ തന്നെ വെക്കൂ. പിന്നെ Ricky, put your clothes in the washing machine. നിന്റെ ക്ലോത്ത്സ് വാഷിംഗ് മെഷീനിൽ ഇടൂ. Ricky, wash your tiffin box. Ricky, നിന്റെ ടിഫിൻ ബോക്സ് വാഷ് ചെയ്യൂ. Ricky, iron your t-shirt. നിന്റെ ടീഷർട്ടും ട്രൗസേഴ്സും അയൺ ചെയ്യൂ. And so on. But he was always playing. പക്ഷെ അവൻ എപ്പോഴും എന്ത് ചെയ്യും? എന്തും ചെയ്യാതെ കളിച്ചുകൊണ്ടേയിരിക്കും. അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. എന്താണ് ക്വസ്റ്റ്യൻ? Why are Ricky's habits described as slovenly? റിക്കിയുടെ സ്വഭാവം, ഹാബിറ്റ്സ് അല്ലെ, അവന്റെ ശീലങ്ങൾ എന്തുകൊണ്ടാണ് സ്ലോവൻലി, അലസമാണെന്ന് പറയാൻ കാരണം എന്താ? നമ്മൾ അതിന് മുന്നത്തെ പാരഗ്രാഫിൽ തന്നെ ആൻസർ ഒന്ന് വായിക്കാമോ? എന്തായിരിക്കും? He just threw his belongings all over the place. അവന്റെ സാധനങ്ങളെല്ലാം എല്ലായിടത്തും വലിച്ചെറിയുന്നുണ്ട്. അതുകൊണ്ടാണ് his habits described as slovenly. Okay, we'll go to the next paragraph. Ricky didn't help much around the house, but he was as excited as his parents when they bought the latest model of a butler robot. As soon as it arrived, off it went, cooking, cleaning and ironing. But the most important work it did was picking up Ricky's clothes from the floor. Ricky didn't help much around us. വീട് ഒരു ജോലി എന്ത് ചെയ്യുന്ന ഹെൽപ്പ് സഹായിക്കാറുണ്ടായിരുന്നില്ല. But he was as excited as his parents. അവന്റെ പേരൻസിനെ പോലെ തന്നെ ഭയങ്കരം കംഷുള്ളവനായിരുന്നു. എന്തിന്? എന്റെ ബോർഡ് ദ ലേറ്റസ്റ്റ് മോഡൽ ഓഫ് എ ബട്ട്ലർ റോബോട്ട്. പുതിയ ഒരു ബട്ട്ലർ റോബോട്ട്, നമ്മുടെ വീട്ടുജോലികളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു റോബോട്ടിനെ കൊണ്ടുവന്നപ്പോൾ, as soon as it arrived, അത് വന്നപ്പോൾ തന്നെ off it went, cooking, cleaning and ironing. അങ്ങനെ എന്തെല്ലാം ചെയ്യാൻ തുടങ്ങി? off it എന്ന് പറഞ്ഞ ഒരു ഫ്രേസ് ആണ്. to start something, എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള അർത്ഥമാണ് off it went. എന്തൊക്കെയാ?
cooking, cleaning, and ironing. കുക്കിങ്ങും ക്ലീനിങ്ങും അയണിങ്ങും ചെയ്യാൻ തുടങ്ങി. But the most important work it did was picking up Ricky's clothes from the floor. ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്തായിരുന്നു അതിന്? റിക്കിയുടെ ക്ലോത്ത്സ് എല്ലാം വെളിയിൽ നിന്നിട്ട് ഓക്കെ ആ ചോദ്യമാണ് അവിടെ വന്നിട്ടുള്ളത്. എന്താണ്? What household chores did the butler robot take over? ബട്ട്ലർ റോബോട്ട് ഏറ്റെടുത്ത ജോലികൾ എന്തൊക്കെയാണ്? ഈ രണ്ട് സെന്റൻസുകളാണ് അതിന്റെ ആൻസർ. ഒന്ന് ആൻസർ വായിക്കൂ. As soon as it arrived, off it went, cooking, cleaning, and ironing. But the most important work he did was picking up Ricky's clothes from the floor. അത് രണ്ടുമാണ്. ഇത്രയും ജോലികളാണ് അത് വന്നപ്പോൾ തന്നെ ചെയ്യാൻ തുടങ്ങിയത്. നെക്സ്റ്റ് പാരഗ്രാഫ്. On the first day, when he went to sleep, his bedroom was in a disastrous state as usual. But when he woke up the next morning, everything was perfectly clean and tidy. അവിടെ ഒരു ന്യൂ വേർഡ് ഉണ്ട്, ഡിസാസ്ട്രസ്. ഡിസാസ്ട്രസ് എന്ന് പറഞ്ഞാൽ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ ദുരന്തം എന്നാണ്. അപ്പൊ ഡിസാസ്ട്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരന്തപൂർവമായ ഒക്കെ അർത്ഥമാണ്. ഓൺ ദ ഫസ്റ്റ് ഡേ, ആദ്യത്തെ ദിവസം, when he went to sleep, അവൻ ഉറങ്ങാൻ പോയപ്പോ his bedroom was in a disastrous state as usual. As usual എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ദുരന്തപൂർണമായ, അല്ലെ, ദുരന്തങ്ങൾ നടന്ന സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ? എല്ലാ സാധനങ്ങളും എല്ലാം വലിച്ചു വാരിയോ അല്ലെങ്കിൽ കേടുവന്നോ കിടക്കുന്നത്. അതേപോലെ ആയിരുന്നു റിക്കിയുടെ റൂം ആയിരുന്നു, എല്ലാ ദിവസത്തെയും പോലെ തന്നെ. But when he woke up the next morning, പിറ്റേ ദിവസം, walk എന്ന് പറഞ്ഞാല് എഴുന്നേറ്റു, അല്ലെ? വേക്ക് എന്നല്ലേ പാസ്റ്റ് ടെൻസ് ആണ് walk. പിറ്റേ ദിവസം എഴുന്നേറ്റപ്പോൾ എവറിഥിങ് വാസ് പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി. എല്ലാം വളരെ ക്ലീനും ടൈഡി ആയിരുന്നു, വളരെ വൃത്തിയായിട്ട് അടുക്കി പെറുക്കി വെച്ച് നീറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ. Wonderful! How neat and tidy my room looks, he exclaimed. He exclaimed. അവൻ ആശ്ചര്യപ്പെട്ടു. എന്താണ് എക്സ്ക്ലെയിം എന്ന് പറഞ്ഞാൽ? ആശ്ചര്യപ്പെട്ടു. എന്താണ് ആശ്ചര്യപ്പെട്ടത്? വണ്ടർഫുൾ. എന്റെ റൂം എന്തൊരു വൃത്തിയാണ്. അത്ഭുതമായിരിക്കുന്ന എന്റെ റൂം എത്ര വൃത്തിയാണ്. ഓക്കെ, നെക്സ്റ്റ് പറയാം. In fact, it was actually too clean. യഥാർത്ഥത്തിൽ അത് വളരെയധികം, അല്ലേ, നന്നായിട്ട് വൃത്തിയായിരുന്നു. Ricky couldn't find his favorite t-shirt nor his favorite football. റിക്കി കണ്ടുപിടിക്കാനേ സാധിച്ചില്ല എന്ത്, അവന്റെ ഫേവറേറ്റ് ടീഷർട്ട് അല്ലെങ്കിൽ അവന്റെ ഫുട്ബോൾ കണ്ടുപിടിക്കാൻ പറ്റിയില്ല, ടീഷർട്ട് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അമ്മ എവിടെയാണ് എന്റെ ടീഷർട്ട്? എവിടെ? എന്റെ ബോൾ എവിടെ? He pestered his mother. അവന്റെ അമ്മയെ പെസ്റ്റർ, ന്യൂ വേർഡ് ആണ് പെസ്റ്റേർഡ്, ശല്യം ചെയ്തു. ഇംഗ്ലീഷ് അനോയ് എന്ന് പറയാം, അല്ലെങ്കിൽ മലയാളത്തിൽ ശല്യം ചെയ്തു. ഓക്കെ. He could not find his things even after he had searched up and down. അവനും അപ്പ് ആൻഡ് ഡൗൺ, മുകളും താഴെയും എല്ലാം നോക്കി സെർച്ച് ചെയ്തു, അല്ലെ? He couldn't find things. ഒന്നും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. He asked himself, where could they have gone? അവനോട് തന്നെ ചോദിച്ചു. He asked himself, where could they have gone? അവിടെ എവിടെ പോയിട്ടുണ്ടാവും ഈ സാധനങ്ങളൊക്കെ? എവിടെ പോയിട്ടുണ്ടാവും? However much he searched during the day, those two items did not reappear. However, എന്നിരുന്നാലും അവൻ എന്ത് ചെയ്തു? Much he searched during the day. ദിവസം മുഴുവൻ സെർച്ച് ചെയ്തു, രണ്ട് സാധനങ്ങൾ വീണ്ടും കാണാൻ സാധിച്ചിട്ടില്ല. And the same was to happen with other things too. ഇതേ സംഭവം തന്നെ പറ്റൂ മറ്റുള്ള സാധനങ്ങൾ, അവന്റെ ഒരു സാധനങ്ങളും കാണാൻ സാധിച്ചില്ല. Next paragraph. Ricky cast a suspicious eye on the gleaming butler. I think it is his handiwork, he thought. Ricky cast a suspicious eye. Suspicious എന്ന് പറഞ്ഞാല് സംശയത്തോടെയുള്ള ഒരു കണ്ണ് കാസ്റ്റ് ചെയ്ത് പതിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സംശയത്തോടെ നോക്കാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. The butler robot. Gleaming എന്ന് പറഞ്ഞാൽ അടുത്ത ന്യൂ വേർഡ് ആണ്. ഗ്ലീം എന്ന് പറഞ്ഞാൽ തിളക്കമുള്ള, അല്ലെ? ഗ്ലീമിങ്, തിളങ്ങുന്ന, പ്രകാശം, അങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ്. നല്ല തിളക്കമുള്ള നിറമാണ് ഇതിന് നമ്മുടെ റോബോട്ടിന്, ബട്ട്ലർ റോബോട്ടിന്. ഐ തിങ്ക് ഇറ്റ്സ് ഹിസ് ഹാൻഡി വർക്ക്. അത് ഞാൻ എന്താ കരുതുന്നത്, ഇത് റോബോട്ടിന്റെ ഹാൻഡി വർക്ക്, അവന്റെ പണിയാണ്, അവൻ ചെയ്തതാണ്. ഒരാൾ ചെയ്യുന്ന ഒരു പ്രവർത്തിക്കാണ് നമ്മൾ ഹാൻഡി വർക്ക് എന്ന് പറഞ്ഞാൽ. അതായത് സ്വന്തമായിട്ടുണ്ടായതല്ല, ഒരാൾ ചെയ്തതാണ്. ഹീ തോട്ട്, അവൻ ചിന്തിച്ചു. He hatched a plan to spy on the robot and began following it around the house. Hatched a plan. അവരൊരു പ്ലാൻ ആസൂത്രണം ചെയ്തു. Hatched എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ആസൂത്രണം ചെയ്തു. To spy on the robot. Spy എന്ന് പറഞ്ഞാൽ എന്താണ്? ചാരൻ, ചാരപ്രവൃത്തി എന്നൊക്കെയാണ് അർത്ഥം സ്പൈ. And began following it around the house. അതിനെ ചുറ്റും പോകുന്ന വഴിക്കൊക്കെ അതിനെ സ്പൈ ചെയ്യാൻ തുടങ്ങി, ചാരപ്രവൃത്തി ചെയ്യാൻ തുടങ്ങി.
Finally, he caught it red-handed while it was picking up one of his clothes. ഫൈനലി അവസാനം he caught it red handed. അവൻ എന്ത് ചെയ്തു? റെഡ് ഹാൻഡഡ്. കോട്ട് റെഡ് ഹാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രേസ് ആണ്, കയ്യോടെ പിടിക്കുക. നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോൾ ആളെ നമ്മൾ കാത്ത് ചെയ്ത് പിടിക്കില്ലേ, അതിനാണ് കോട്ട് റെഡ് ഹാൻഡഡ്. Why it was picking up one of his clothes. അവന്റെ ഒരു ഡ്രസ് എടുക്കുന്ന സമയത്ത് പിടിച്ചു. റിക്കി followed the robot without making a sound. റിക്കി എന്ത് ചെയ്തു? റോബോട്ടിനെ ഫോളോ ചെയ്തു, സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ പതുക്കെ ഫോളോ ചെയ്തു പോയി. To his surprise, he saw the robot folding his t-shirt neatly and keeping it on a pile of clothes in the storeroom. അവന്റെ സർപ്രൈസ്, അവൻ സർപ്രൈസ് ആയത് എവിടെയാണെന്ന് അറിയാമോ? എന്ത് കണ്ടു? റോബോട്ട് അവന്റെ ടീഷർട്ട് നല്ല വൃത്തിയായിട്ട് ഫോൾഡ് ചെയ്യുന്നുണ്ട്, മടക്കുന്നുണ്ട്. കീപ്പിംഗ് ഇറ്റ് ഓൺ എ പൈൽ ഓഫ് ക്ലോത്ത്. പൈൽ എന്ന് പറഞ്ഞാൽ കൂമ്പാരം, കൂട്ടി വെച്ചിട്ടുള്ള ക്ലോത്തുകളുടെ മുകളിൽ, എവിടെ? സ്റ്റോർ റൂമിൽ കൂട്ടി വെച്ചിരിക്കുന്ന ഡ്രസ്സിന്റെ മുകളിൽ കൊണ്ടുപോയി വെക്കുന്നത് കണ്ടു. ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. What does the author mean by he caught it red-handed? What does the author mean? author എന്താണ് മീൻ ചെയ്യുന്നത്? He caught it red-handed. He എന്ന് പറയുന്നത് നമ്മുടെ റിക്കി. റിക്കി ആരെ റെഡ് ഹാൻഡ് ആയിട്ട് പിടിച്ചു? നമ്മുടെ റോബോട്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? Because he found the robot picking up his clothes and folding it. നമ്മൾ എവിടെയാണ് ക്ലോത്ത് കാണാൻ തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് റോബോട്ട് അത് എടുക്കുന്നത് കണ്ടത്. സംശയത്തോടെ റോബോട്ട് നോക്കിയപ്പോൾ അപ്പൊ റോബോട്ടിനെ കയ്യോടെ പിടികൂടി എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. Off he went, running to his parents. Father, this butler robot is faulty. അവൻ ഓടി ആരടുത്ത് ചെന്നു? പേരൻസിന്റെ അടുത്ത് ചെന്നു. ഫാദർ, ദിസ് ബട്ട്ലർ റോബോട്ട് ഈസ് ഫോൾട്ടി. ബട്ട്ലർ റോബോട്ട് ഫോൾട്ടി ആണ്. ഫോൾട്ടി എന്ന് പറഞ്ഞാൽ തെറ്റായിട്ട് അല്ലെങ്കിൽ ശരിയായിട്ട് പ്രവർത്തിക്കാതെ, തെറ്റായിട്ടുള്ളതാണ്, പ്രവർത്തിക്കുന്നതാണ്. He has filched my things. അതെന്ത് ചെയ്തു? ഫീൽഡ് മൈ തിങ്സ്, എന്റെ സാധനങ്ങളൊക്കെ എടുത്തു, മോഷ്ടിച്ചെടുത്തു. നമ്മൾ മോഷണം എന്ന് പറയുന്ന ഒരു കളവല്ല, എവിടെയെങ്കിലും ചൂണ്ടിയെടുക്കില്ലേ നമ്മൾ പറയില്ല, അതാണ് പൊക്കിയെടുത്തു. എന്റെ സാധനങ്ങളൊക്കെ പൊക്കിക്കൊണ്ട് പോവാണ്, എന്റെ സാധനങ്ങളൊക്കെ മോഷ്ടിച്ചെടുക്കുക എന്നുള്ള അർത്ഥമാണ്. I think they programmed him badly. ഞാൻ എന്താ ചിന്തിക്കുന്നത്? ഇത് അതിനെ പ്രോഗ്രാം ചെയ്തത് തെറ്റായിട്ടാണ്, മോശമായിട്ടാണ്. ബാഡ്ലി, മോശമായിട്ടാണ്. Send him off. നമുക്കതിനെ പറഞ്ഞയക്കാം. സെൻഡിങ് ഹിം ഓഫ്, തിരിച്ചയക്കാം. Absolutely not. ഒരിക്കലും ഇല്ല, തീർച്ചയായിട്ടും ഇല്ല എന്ന് ആര് പറഞ്ഞു? ഫാദർ ഷൂക്ക് ഹിസ് ഹെഡ്. ഫാദർ തല കുലുക്കിയിട്ട് പറഞ്ഞു ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. He was an expert in robotics. അദ്ദേഹം എന്താണ്? റോബോട്ടിക്സിൽ എക്സ്പെർട്ട് ആണ്. ആര്? റിക്കിയുടെ ഫാദർ. റോബോട്ടിക്സ് എന്ന് പറഞ്ഞാൽ റോബോട്ടുമായി പഠിക്കുന്ന, റോബോട്ടുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖയാണ് റോബോട്ടിക്സ്. റോബോട്ടിക്സിന് അദ്ദേഹം എന്താണ്? മാസ്റ്റർ. He had been delighted with the new butler. It was a dream come true. അദ്ദേഹം വളരെയധികം സന്തുഷ്ടനാണ്. എന്തില്? ഈ ന്യൂ റോബോട്ടിന്റെ കാര്യത്തിൽ അല്ലേ? ഇറ്റ് വാസ് എ ഡ്രീം കം ട്രൂ. അദ്ദേഹത്തിന് ഒരുപാട് കാലത്ത് ഒരു സ്വപ്നം യാഥാർത്ഥ്യമായതാണ് ഈ റോബോട്ട്. But Ricky was obstinate. പക്ഷെ നമ്മുടെ റിക്കിയെ സമ്മതിക്കല്ലേ? റിക്കി ഭയങ്കര ഒബ്സ്റ്റിനേറ്റ് ഒരു ന്യൂ വേർഡാണ്. എഴുതിക്കോളൂ, ദുർവാശിയുള്ള. നമ്മൾ ദുർവാശി കാണിക്കില്ലേ? ആവശ്യമില്ലാത്ത കാര്യത്തിന് വാശി പിടിക്കില്ലേ? അതാണ് ദുർവാശി, ഒബ്സ്റ്റിനേറ്റ്. I want to get rid of him. എനിക്ക് അവന്റെ അടുത്ത് രക്ഷപ്പെടണം, അവരുടെ അടുത്ത് മാറണം അല്ലെ? ഗെറ്റ് റൈഡ് ഓഫ്. ഒരാളുടെ അടുത്ത് എനിക്ക് രക്ഷപ്പെടണം, മാറണം എന്നുള്ള അർത്ഥമാണ്. A heated argument between Ricky and his father followed. തുടർന്ന് എന്ത് സംഭവിച്ചു? എ ഹീറ്റഡ് ആർഗ്യുമെന്റ്, ചൂട് പിടിച്ച ആർഗ്യുമെന്റ്. ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വാദപ്രതിവാദം, അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കിക്കില്ലേ? അങ്ങനെ ചൂട് പിടിച്ച വാദം. എന്തായിരിക്കും വാദം ഉണ്ടാവുക? റിക്കി പറയും എനിക്കതിനെ പറഞ്ഞു വിടണം, ഫാദർ പറയും പറ്റില്ല. യെസ്, നെക്സ്റ്റ്. Father, a robot is a wonderful device. Look at the things it can do. ഫാദർ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാണ്. റോബോട്ട് ഇസ് എ വണ്ടർഫുൾ ഡിവൈസ്. റോബോട്ട് ഒരു നല്ല വണ്ടർഫുൾ ആയിട്ടുള്ള ഡിവൈസ് ആണ്. ലുക്ക് അറ്റ് ദ തിങ്സ് ഇറ്റ് ക്യാൻ ഡു. അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നോക്കൂ. അപ്പൊ റിക്കി എന്താ പറഞ്ഞത്? I don't think so. He's doing more harm than good. ഞാനങ്ങനെ ചിന്തിക്കുന്നില്ല. അത് നല്ലതിനേക്കാൾ കൂടുതൽ ഹാം ആണ്, ദോഷമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. Then father, you are wrong, Ricky. You don't understand how robots work. You are wrong, Ricky. Ricky, നീ തെറ്റാണ് പറയുന്നത്. എന്ത്? You don't understand. നിനക്ക് മനസ്സിലാവുന്നില്ല. Not understand. നിനക്ക് മനസ്സിലാവുന്നില്ല. How a robot works. റോബോട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നിനക്ക് മനസ്സിലാവുന്നില്ല. Again, Ricky എന്താ പറയുന്നത്? I can't agree with you. എനിക്ക് നിങ്ങളോട് എഗ്രി ചെയ്യാൻ പറ്റില്ല, സമ്മതിക്കാൻ പറ്റുന്നില്ല. നിങ്ങളോട് എഗ്രി ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല. A robot will be a big problem if it is not properly programmed. Properly, നേരായ രീതിയിൽ പ്രോഗ്രാം ചെയ്തിട്ടില്ല എങ്കിൽ a robot will be a big problem. റോബോട്ട് വലിയൊരു പ്രോബ്ലം ആയിരിക്കും എന്നാണ് റിക്കി പറയുന്നത്. Then Ricky kept on complaining to his parents about the robot hiding things.
റിക്കി kept on complaining, കംപ്ലൈന്റുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. എന്നെ കുറിച്ച് പാരന്റ്സിന്റെ അടുത്ത് ഹൈഡിങ് തിങ്സ്, സാധനങ്ങളെല്ലാം ഒളിപ്പിച്ച് വെക്കുകയാണ് അല്ലെ, ഡ്രസ്സെല്ലാം വലിച്ചു വരുന്ന ഡ്രസ്സെല്ലാം കൊണ്ടുപോയിട്ട് സ്റ്റോർ റൂമിൽ വെക്കുന്നു, സാധനങ്ങൾ കാണുന്നില്ല എന്ന് കംപ്ലൈന്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. That outweighed whatever useful things he did. അത് എന്ത് ചെയ്തു? ഔട്ട്വെയ്റ്റഡ്, അത് അതിനെ മേലിലെത്തി, മുകളിലെത്തി, മറ്റേതിനേക്കാൾ മുകളിലെത്തി. എന്ത്? വാട്ട് എവർ യൂസ്ഫുൾ തിങ്സ് ഹി ഡിഡ്, അവൻ ചെയ്തിട്ടുള്ള, റോബോട്ട് ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെക്കാൾ കൂടുതൽ മേളിലെത്തി. എന്ത്? ഇവൻ പറയുന്ന കംപ്ലൈന്റുകൾ. ഓക്കെ, go to the next page. One day the robot who was wearing past heard the boy's complaints. വെറിങ് ഒരു ന്യൂ വേർഡ് ആണ്. വെറിങ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മൂളലോടെ ചുഴറ്റുക. നമ്മൾ കണ്ടില്ലേ ഈ പിന്നെ റോബോട്ടൊക്കെ പോകുമ്പോൾ ചെറിയൊരു മൂളൊക്കെ, ചെറിയൊരു സൗണ്ട് ഇല്ലേ, ആ സൗണ്ടിനാണ് വെറിങ് എന്ന് പറഞ്ഞത്. One day the robot was wearing past heard the boy's complaints. ഒരു ദിവസം എന്ത് ചെയ്തു? ഇങ്ങനെ മൂളോട് ചുഴറ്റി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവന്റെ കംപ്ലൈന്റുകളൊക്കെ കേട്ടു. The robot returned with a pair of Ricky's shoes and some of his clothes. റോബോട്ട് എന്ത് ചെയ്തു? തിരിച്ചു വന്നു. എന്തൊക്കെ ഉണ്ട്? A pair of Ricky's shoes. ഷൂസിന് ഒരു പെയർ എന്ന് പറഞ്ഞാൽ ജോഡി, ഒരു ജോഡി ഷൂവും കുറച്ച് ക്ലോത്തുകളായിട്ട് തിരിച്ചു വന്നു. Here sir, I don't know it was bothering you. ഇതാ സാർ, എനിക്ക് അറിയില്ലായിരുന്നു ഇത് നിങ്ങളെ ബുദ്ധിമുട്ടാക്കുന്നുണ്ട്, നിങ്ങളെ അലോസരപ്പെടുത്തുന്നുണ്ട് എന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. സെഡ് ബട്ട്ലറിന്റെ മെറ്റാലിക് വോയിസ്. എന്താ മെറ്റാലിക് വോയിസ്? ഇരുമ്പ് ശബ്ദം എന്ന് പറയാം. മെറ്റാലിക് ഇരുമ്പല്ല, ഒരു ലോഹം. മെറ്റാലിക് ലോഹമായിട്ട് ബന്ധപ്പെട്ടാണ് മെറ്റാലിക് എന്ന് പറയാം. നമ്മൾ റോബോട്ടൊക്കെ സൗണ്ട് അപ്പൊ നമ്മളിപ്പോ ചില വീഡിയോകളൊക്കെ കണ്ടിട്ടില്ലേ, അതാണ് ഒരു മെറ്റാലിക് വോയിസ് റോബോട്ടിന്റെ സൗണ്ട്. I didn't know it was bothering you. How could it not, you thief? You've been nicking my stuff for weeks. How could not you thief? നീ കള്ള, തീഫ് എന്നാണ് കള്ളൻ, കള്ളനെ വിളിക്കുകയാണ്. നീ അതെങ്ങനെ നീ അല്ലാതായിരിക്കും? യു ഹാവ് ബീൻ നിക്കിങ് മൈ സ്റ്റഫ്, എന്റെ സാധനങ്ങള്. സ്റ്റഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സാധനങ്ങൾ അല്ലേ. കുറെ ദിവസമായിട്ട് നീ എന്ത് ചെയ്യുന്നുണ്ട്? നിക്കിങ് ഒക്കെ എടുത്തോണ്ട് പോവാണ്, മോഷിച്ചോണ്ട് പോവാണ് എന്റെ സാധനങ്ങളെല്ലാം. നിക്കിങ്. I had seen your ക്വസ്റ്റ്യൻ ഉള്ള കാർത്തിക്, അതിന് മുന്നേ ക്വസ്റ്റ്യൻ വായിക്കും. Yes sir, I didn't know it was bothering you. What does the robot mean? അതിന് ഇത് നിങ്ങളെ ബുദ്ധിമുട്ടാക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്താണ് റോബോട്ട് അങ്ങനെ പറയാൻ കാരണം? കാരണം കുറെ ദിവസമായിട്ട് കൊണ്ടുപോയി വെക്കുന്ന സാധനങ്ങളൊക്കെ അതിനെ കുറിച്ച് കംപ്ലൈന്റ് പറഞ്ഞു അല്ലേ, റിക്കി കംപ്ലൈന്റ് പറഞ്ഞു. അപ്പൊ സാധനം തിരിച്ചു കൊണ്ട് കൊടുത്ത് റോബോട്ട് പറയാണ്, ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുപോയി വെക്കുന്നത് നിങ്ങളെ ബുദ്ധിമുട്ടെന്ന് ആക്കുന്നുണ്ട് എന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഓക്കെ. I had seen your things lying scattered on the floor. I had seen your things. നിങ്ങളുടെ സാധനങ്ങളൊക്കെ എവിടെ കിടക്കുന്നുണ്ട്? സ്കാറ്റേർഡ്. സ്കാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിന്നിച്ചിതറി കിടക്കുന്നതിനാണ് സ്കാറ്റേർഡ് എന്ന് പറയാ. സ്കാറ്റേർഡ് ഓൺ ദ ഫ്ലോർ, ഫ്ലോറിൽ ചിന്നിച്ചിതറി കിടക്കുന്നത് ഞാൻ കണ്ടു. I thought that you did not need them. You did not need them. നിങ്ങൾക്ക് അത് ആവശ്യമില്ല എന്നാണ് ഞാൻ കരുതിയത്. I am programmed to collect all that is not wanted. വേണ്ടാത്ത സാധനങ്ങളൊക്കെ പെറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എന്നെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. At night I send them to places where other humans can use them. At night രാത്രി ഞാൻ എന്ത് ചെയ്യും? I send them, ആ സാധനങ്ങളൊക്കെ എങ്ങോട്ടയക്കും? To places where other humans can use them. മറ്റാൾക്കാർക്ക്, നമുക്ക് വേണ്ടാത്ത ഒരു സാധനം ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഉപയോഗം ഉണ്ടാവും അല്ലേ. നമ്മുടെ കുറച്ച് കേടായ ഡ്രസ്സൊക്കെ ചിലപ്പോൾ തീരെ ഡ്രസ് ഇല്ലാത്തവർക്ക് വലിയൊരു കാര്യമാകും കിട്ടുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് എന്ത് ചെയ്യും? ഈ സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുപോയി വെക്കും. അങ്ങനെയാണ് ഇവന്റെ സാധനങ്ങളൊന്നും കാണാവണേ. നിലത്തിലുള്ള സാധനമൊക്കെ റോബോട്ട് വിചാരിക്കും ഇതൊന്നും ആവശ്യമില്ലാത്ത കളഞ്ഞാണെന്ന്. ഇതെല്ലാം റോബോട്ട് പെറുക്കി രാത്രി കൊണ്ടുപോയി എവിടെ വെക്കും? മറ്റുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലത്ത് കൊണ്ടുപോയി അവർക്ക് കൊടുക്കും. I am a maximum efficiency machine. എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രവർത്തിക്കാനുള്ള കഴിവാണ് അല്ലെ. ഏറ്റവും നന്നായിട്ട് മാക്സിമം പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു മെഷീനാണ് ഞാൻ. Were you unaware of it? The robot said with a certain pride. ഒരു പ്രൈഡ് എന്ന് പറഞ്ഞാൽ അഭിമാനം അല്ലെ. കുറച്ച് അഭിമാനത്തോടു കൂടി എന്ത് പറഞ്ഞു? Were you unaware of it? താങ്കൾക്ക് എന്തില്ല, നിങ്ങൾക്ക് എന്തില്ല, അതിനെ കുറിച്ച് അറിവില്ലേ എന്നൊരു അഭിമാനത്തോടു കൂടി ചോദിക്കും. ഞാൻ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള മെഷീനാണ്, നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിവില്ലേ എന്ന് ചോദിക്കാണ്. നെക്സ്റ്റ് പാരഗ്രാഫ്. Ricky was ashamed. Ricky was ashamed. Ricky എന്തായി? നാണം കെട്ടു. ashamed നാണം കെട്ടു. He had spent all his life treating things as though they were useless. He had spent all his life, അവന്റെ എല്ലാ ലൈഫ് എങ്ങനെ ട്രീറ്റ് ചെയ്തിരുന്നത്? As though they were useless. ഒരു യൂസ്ലെസ് ആയിട്ട് ശ്രദ്ധയില്ലാത്ത അല്ലേ, ആവശ്യമില്ലാത്ത മാതിരിയാണ് അവന്റെ ജീവിതം മുഴുവൻ ചെലവഴിച്ചുകൊണ്ടിരുന്നത്. He cared for nothing, yet there were many people in the world who would have been delighted to have Ricky's things. Yet there were many people in the world. ലോകത്ത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എങ്ങനെ? Who would have been delighted to have Ricky's things. റിക്കിയുടെ ഈ സാധനങ്ങള്
ഉപയോഗപ്പെടുത്താൻ സന്തോഷമാവുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അല്ലേ? ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ തീരെ ഒന്നും ഇല്ലാത്ത കുറെ പാവപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു. ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരുപാട് ആൾക്കാർ ലോകത്തുണ്ടായിരുന്നു. Unlike him, they would have taken good care of them. Unlike him, അവനെ പോലെയല്ല. അവരെങ്ങനെ they would have taken good care, നല്ല ശ്രദ്ധ കൊടുത്തിരുന്നത് of them to അവർക്ക് കിട്ടുന്ന സാധനങ്ങൾ വലിയ കാര്യമാണ് അല്ലേ? ഒരു ഷർട്ട് വാങ്ങാൻ കഴിവില്ലാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു പേരൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി മുഷ്ടിയതാണെങ്കിലും ഒരു ഷർട്ട് കിട്ടുമ്പോൾ വലിയ കാര്യമാണ്. ഒരു ബോൾ വാങ്ങാൻ കഴിയില്ലാത്ത കുട്ടി ഒരു ബോൾ കിട്ടുമ്പോൾ വലിയ കാര്യമാണ്. അവരെ വളരെ കെയറോട് കൂടി ശ്രദ്ധിച്ചിരുന്നു. He realized that the robot was neither broken nor misprogrammed. അപ്പൊ അങ്ങനെ ഇതെല്ലാം പറഞ്ഞപ്പം ഇതെല്ലാം മനസ്സിലാക്കിയപ്പോൾ എന്ത് മനസ്സിലായി റെക്കിക്ക്? റിയലൈസ് മനസ്സിലാക്കി റോബോട്ട് പൊട്ടിയതുമല്ല, പ്രോഗ്രാമിന്റെ കുഴപ്പമല്ല. നെയ്തർ നോ എന്നുള്ള യൂസ് ആണ്. അതുമല്ല ഇതുമല്ല. The robot was neither broken nor misprogrammed. പൊട്ടിയതുമല്ല, പ്രോഗ്രാം തെറ്റിയതല്ല. Rather, it had been programmed extremely well. Rather, അതിനേക്കാൾ കൂടുതലായിട്ട് moreover, it had been programmed extremely well. വളരെ നന്നായിട്ട് പ്രോഗ്രാം ചെയ്ത ഒരു മെഷീനാണ് ഈ റോബോട്ട് എന്ന് റിക്കിക്ക് മനസ്സിലായി. കണ്ടില്ലേ, ഒരു പിക്ചർ കൊടുത്തിട്ട് റിക്കിയും റോബോട്ടുള്ള സംസാരമാണ് അവിടെ. Go to the 13th page. Since then, Ricky decided to become a maximum efficient. അപ്പോൾ മുതൽ റിക്കി എന്ത് തീരുമാനിച്ചു? മാക്സിമം എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ബോയ് ആണ്. മാക്സിമം എഫിഷ്യൻസി മെഷീൻ പറഞ്ഞില്ലേ, അതേപോലെ മാക്സിമം ഏറ്റവും കഴിവുകൾ പ്രയോജനപ്പെടുത്തുന്ന ഒരു കുട്ടിയായി മാറാൻ വേണ്ടിയിട്ട് റിക്കി തീരുമാനിച്ചു. He put the real care into how he treated his things. He put real care, നല്ല ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങി. എന്തിന്? How he treated his things. അവന്റെ സാധനങ്ങളൊക്കെ എങ്ങനെ സൂക്ഷിക്കണം. He kept them tidy, എല്ലാം ക്ലീൻ ആയിട്ട് വെക്കാൻ തുടങ്ങി. Made sure that he didn't have more than what was necessary. necessary എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള അല്ലേ? വെക്കാതെ ആവശ്യമുള്ളത് മാത്രം ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി. And he took a leaf out of the robot's book. He took a leaf out of the robot's book. ബുക്കിന്റെ ലീഫ് എന്ന് പറഞ്ഞാൽ ഇലയാണ്, പക്ഷെ ബുക്കിന്റെ ലീഫ് എന്ന് പറഞ്ഞാൽ ബുക്കിന്റെ പേജ്. റോബോട്ടിന്റെ ബുക്കിൽ നിന്ന് ഒരു പേജ് അവൻ എടുത്തു എന്ന് പറഞ്ഞാൽ അർത്ഥം റോബോട്ടിന്റെ ആശയം, റോബോട്ടിന്റെ നല്ല കാര്യം അവൻ സ്വീകരിച്ചു എന്നാണ്. അതായത് ബുക്കിന് പേജ് പറിച്ചു എന്നല്ല, റോബോട്ടിന്റെ പുസ്തകത്തിൽ നിന്ന് ഒരു പേജ് പറിച്ചു എന്ന് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോബോട്ടിൽ നല്ലൊരു പാഠം അവൻ പഠിച്ചു, ഒരു കാര്യം അവൻ ഉൾക്കൊണ്ട് മനസ്സിലാക്കി. With his pocket money, he began to help people and buy needful things for them. With his pocket money, അച്ഛൻ കൊടുക്കുന്ന പോക്കറ്റ് മണി എന്ത് ചെയ്യാൻ തുടങ്ങി അവൻ? He began to help people, ആൾക്കാരെ സഹായിക്കാൻ തുടങ്ങി. And buy, വാങ്ങാൻ തുടങ്ങി എന്ത്? നീഡ്ഫുൾ തിങ്സ് ഫോർ ദം, പാവപ്പെട്ട ആൾക്കാർക്ക് സാധനങ്ങൾ വാങ്ങി കൊടുക്കാൻ തുടങ്ങി. ഇത്രയാണ് ഈ ചാപ്റ്റർ. അത്രയാണ് നമ്മുടെ റിക്കിയുടെയും റോബോട്ടിന്റെയും സ്റ്റോറി. ലാസ്റ്റ് ഒരു ചോദ്യം കൂടി ഉണ്ട് അല്ലേ? ക്വസ്റ്റ്യൻ വായിക്കൂ. What changes came about Ricky's behavior? റിക്കിയുടെ ബിഹേവിയർ, റിക്കിയുടെ പെരുമാറ്റത്തിൽ എന്ത് ചേഞ്ച് ആണ് വന്നത്? എന്ത് ചേഞ്ച് വന്നത്? Since then, Ricky decided to become a maximum efficiency boy. He put real care into how he treated his things. അതാണ് ഫസ്റ്റ് ചേഞ്ച്. He put real care into how he treated his things. പിന്നെന്താണ്? He kept them tidy and made sure he did not have more than what was necessary. Then next. And he took a leaf out of അത് വേണ്ട. With his pocket money, he began to help people and buy needful things for them. ഇത്രയും ചേഞ്ചസ് ആണ് റിക്കിയുടെ ബിഹേവിയറിൽ ഉണ്ടായത്. നമ്മളപ്പം അതിന്റെ സ്റ്റോറി പഠിച്ചു കഴിഞ്ഞു. ഇതിലെ ന്യൂ വേർഡ്സ് എല്ലാവരും എഴുതി സ്പെല്ലിങ്ങും അതിന്റെ മീനിങ്ങും പഠിക്കുക. നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആൻസറുകൾ നോക്കുക. നമ്മൾ ഇനി ഇതിലുള്ള ആക്ടിവിറ്റീസ് ആണ്. ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ രണ്ടാമത്തെ വീഡിയോയിൽ, അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും എല്ലാവരും, എല്ലാ കുട്ടികളും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോകളെല്ലാം കാണുക. ഓക്കെ, താങ്ക് യു. Bye.